അധ്യായം 10. പരമദിവ്യോത്തമ പുരുഷൻ അരുളിച്ചെയ്തു: കൈക്കരുത്തുള്ള അർജുന, നീ എന്റെ സുഹൃത്തായതുകൊണ്ട് നിന്റെ നന്മയ്ക്കായി ഇനിയും ഞാൻ ജ്ഞാനം ഉപദേശിക്കാം. കേൾക്കൂ, ഇത് ഞാൻ നേരത്തെ ഉപദേശിച്ചതിലും ഉത്തമമായ ജ്ഞാനമാണ്. എന്റെ ഉൽപ്പത്തി, വിഭൂതി എന്നിവയെപ്പറ്റി ദേവന്മാർക്കോ ഋഷികൾക്കോ അറിഞ്ഞുകൂടാ. ഏതു വിധത്തിലും അവരുടെയെല്ലാം ഉത്ഭവസ്ഥാനം ഞാനാണ്. ജനനമില്ലാത്തവനും തുടക്കമില്ലാത്തവനും സർവലോകേശ്വരനുമാണ് ഞാനെന്നറിയുന്നവൻ മാത്രം വ്യാമോഹം തീർന്ന് പാപമുക്തനാകുന്നു. ബുദ്ധി, ജ്ഞാനം, സംശയമില്ലായ്മ, വ്യാമോഹമില്ലായ്മ, ക്ഷമ, സത്യം, ഇന്ദ്രിയ സംയമനം, മനസംയമനം, സുഖദുഃഖങ്ങൾ, ജനനമരണങ്ങൾ, ഭയം, ഭയരാഹിത്യം, അഹിംസ, സമതുലിതാവസ്ഥ, തൃപ്തി, തപസ്, ദാനം, കീർത്തി, അപകീർത്തി എന്നിങ്ങനെ ജീവാത്മാക്കളുടെ വിവിധ ഗുണങ്ങളെല്ലാം ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചത്. ശ്രേഷ്ഠരായ സപ്തർഷികളും അവർക്ക് മുൻപ് 4 മഹർഷിമാരും മാനവ സമുദായത്തിന്റെ പൂർവികരായ മനുക്കളും എന്നിൽ നിന്നുത്ഭവിച്ച എന്റെ മാനസപുത്രന്മാരാണ്. വിവിധ ഗ്രഹങ്ങളിലുള്ള ജീവജാലങ്ങളെല്ലാം അവരുടെ പിന്തുടർച്ചക്കാരാണ്. എന്റെ വിഭൂതികളും യോഗശക്തിയും എന്തെന്ന് ശരിയായി ബോധ്യപ്പെട്ടവർ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ മുഴുകുന്നു. ഇതിന് യാതൊരു സംശയവുമില്ല. ഭൗതികാധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്നാണുണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞാരാധിക്കുകയും ചെയ്യും. എന്റെ ശുദ്ധഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും എന്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. എന്നെക്കുറിച്ചുള്ള സംഭാഷണത്തിലേർപ്പെട്ട് പരസ്പരം ബോധദീപ്തരാവുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. പ്രേമഭക്തിയോടെ എന്നെ സദാ ആരാധിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാനുതകുന്ന ബുദ്ധിവിശേഷം ഞാൻ നൽകും. അവരിൽ സവിശേഷ അനുകമ്പയോടെ ഞാൻ ഹൃദയസ്ഥനായിട്ട് ജ്ഞാനദീപം കൊണ്ട് അവരുടെ അജ്ഞാനജന്യമായ തമസിനെ അകറ്റുന്നു. അർജുനൻ പറഞ്ഞു: അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. പരമമായ ധാമവും പവിത്രമായതും നിരപേക്ഷ തത്വവും ഭവാൻ തന്നെ. സനാതനവും അഭൗതികനും ആദിപുരുഷനും അജനും മഹാനുമാണ് അങ്ങെന്ന് ദേവർഷിയായ നാരദനും അസിതൻ, ദേവലൻ, വ്യാസൻ മുതലായ എല്ലാ ഋഷികളും ഊന്നിപ്പറയുന്നു. ഇപ്പോൾ അങ്ങ് സ്വയം എന്നോട് ഇത് വ്യക്തമായി പറയുകയും ചെയ്യുന്നു. അല്ലയോ കൃഷ്ണ, അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ അതേപടി സത്യമായി മനസ്സിലാക്കി സ്വീകരിക്കുന്നു. പ്രഭു, ദേവന്മാർക്കോ ദാനന്മാർക്കോ അവിടുത്തെ വ്യക്തിത്വം മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഹേ പുരുഷോത്തമ, സർവഭൂതങ്ങൾക്കും ഉൽപ്പത്തി സ്ഥാനവും ദേവന്മാർക്ക് ദേവനുമായ ഭഗവാനെ, ജഗദീശ്വര, അങ്ങേക്ക് മാത്രമേ അങ്ങയുടെ തന്നെ അന്തരംഗ ശക്തിയാൽ അങ്ങയെ അറിയുവാൻ കഴിയുകയുള്ളൂ. ഈ ലോകങ്ങളിലെമ്പാടും വ്യാപിച്ചിരിക്കുന്നു അങ്ങയുടെ ദിവ്യവിഭൂതികൾ. അവയെക്കുറിച്ച് എനിക്ക് വിശദമായി പറഞ്ഞു തരൂ. ഹേ യോഗേശ്വരനായ കൃഷ്ണ, അങ്ങയെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നതും അറിയുന്നതും എങ്ങനെ വേണം? അല്ലയോ പരമദിവ്യോത്തമ പുരുഷ, ഏതെല്ലാം രൂപങ്ങളിലാണ് ഞാൻ അങ്ങയെ ഓർക്കേണ്ടതെന്ന് പറഞ്ഞു തരൂ. അങ്ങയെപ്പറ്റി കേട്ടിട്ട് എനിക്കൊരിക്കലും മതി വരുന്നില്ല. കേൾക്കുന്തോറും അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതത്തെ ആസ്വദിക്കുവാൻ തോന്നുന്നു. ഹേ ജനാർദ്ദന, അങ്ങയുടെ വിഭൂതികളെപ്പറ്റി, അവയുടെ യൗകിക പ്രഭാവത്തെപ്പറ്റി വീണ്ടും വിശദമായി വിവരിച്ചു തന്നാലും. ശ്രീ ഭഗവാൻ പറഞ്ഞു: അർജുന, ഭാസുരങ്ങളായ എന്റെ വിഭൂതികളെപ്പറ്റി ഞാൻ ഇനി പറഞ്ഞു തരാം. പ്രാധാന്യമുള്ളവയെപ്പറ്റി മാത്രം വിസ്തരിക്കുകയാണെങ്കിൽ അവയ്ക്ക് അവസാനമുണ്ടാവില്ല. ഹേ അർജുന, ജീവജാലങ്ങളുടെയെല്ലാം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാണ് ഞാൻ. അവയുടെ തുടക്കവും മധ്യവും അവസാനവും ഞാനാകുന്നു. ആദിത്യന്മാരുടെ കൂട്ടത്തിൽ വിഷ്ണുവും, ജ്യോതിസ്സുകളിൽ ദീപ്തിമത്തായ സൂര്യനും, മരുത്തുക്കളിൽ മരീചിയും, നക്ഷത്രങ്ങളിൽ ചന്ദ്രനുമാണ് ഞാൻ. വേദങ്ങളിൽ സാമവേദവും ദേവന്മാരിൽ ഇന്ദ്രനും
ഇന്ദ്രിയങ്ങളിൽ മനസ്സും ജീവഗണങ്ങളിൽ ജീവചൈതന്യവുമാണ് ഞാൻ. രുദ്രന്മാരിൽ വച്ച് ശിവനാണ് ഞാൻ. യക്ഷരാക്ഷസരിൽ കുബേരനും വസുക്കളിൽ അഗ്നിയും പർവ്വതങ്ങളിൽ മേരുവുമാണ് ഞാൻ. ഹേ അർജുന, പുരോഹിതന്മാരിൽ പ്രധാനിയായ ബൃഹസ്പതിയും സേനാധിപരിൽ കാർത്തികേയനുമാണ് ഞാൻ. ജലാശയങ്ങളിൽ സമുദ്രവും ഞാൻ തന്നെ. മഹർഷികളിൽ ഭൃഗുവും സ്പന്ദനങ്ങളിൽ അഭൗതികമായ ഓങ്കാരവും യജ്ഞങ്ങളിൽ തിരുനാമജപവും സ്ഥാവരങ്ങളിൽ ഹിമാലയവുമാണ് ഞാൻ. വൃക്ഷങ്ങളിൽ അശ്വത്ഥവും ദേവർഷിമാരിൽ നാരദനും ഗന്ധർവന്മാരിൽ ചിത്രരഥനും യോഗസിദ്ധി നേടിയവരിൽ കപിലമുനിയും ഞാനാണ്. അശ്വങ്ങളിൽ ഞാൻ ഉച്ചൈവ സർവസാണ്. ആനകളിൽ ഇന്ദ്രവാഹനമായ ഐരാവതവും മനുഷ്യരിൽ രാജാവുമാണ് ഞാൻ. ആയുധങ്ങളിൽ വച്ച് വജ്രവും പശുക്കളിൽ സുരഭിയും ജനനഹേതുക്കളിൽ കാമദേവനും സർപ്പങ്ങളിൽ വാസുകിയും ഞാൻ തന്നെ. അനേകം ഫണങ്ങളോടുകൂടിയ നാഗങ്ങളിൽ അനന്തനാണ് ഞാൻ. ജലജീവികളിൽ വരുണൻ, പിതൃക്കളിൽ അര്യമാവ്, ശിക്ഷകരിൽ മൃത്യുദേവതയായ യമനം. ദൈത്യന്മാരിൽ ഞാൻ ഭക്തപ്രഹ്ലാദനാണ്. കീഴ്പ്പെടുത്തുന്നവരിൽ കാലം, വന്യമൃഗങ്ങളിൽ സിംഹം, പക്ഷികളിൽ ഗരുഡൻ, വിശുദ്ധീകരിക്കുന്നതിൽ വായുവും ആയുധധാരികളിൽ ശ്രീരാമനും മത്സ്യങ്ങളിൽ മകരമത്സ്യവും നദികളിൽ ഗംഗയും ഞാനാകുന്നു. സൃഷ്ടിയുടെ ആദ്യമധ്യാവസാനങ്ങൾ ഞാൻ തന്നെ. അർജുന, ശാസ്ത്രങ്ങളിൽ അധ്യാത്മശാസ്ത്രവും തർക്കശാസ്ത്രങ്ങളിൽ നിർണയ സത്യവുമാണ് ഞാൻ. അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വസമാസവുമാണ് ഞാൻ. അനവസാനമായ കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഞാനാണ്. സർവസംഹാരിയായ മരണവും ഭാവിയുടെ ഉത്ഭവസ്ഥാനവും സ്ത്രീകളിൽ യശസ്, ഭാഗ്യം, സുന്ദരഭാഷണം, ഓർമ്മശക്തി, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ എന്നിവയും ഞാനാണ്. സാമവേദ സൂക്തങ്ങളിൽ ബൃഹത്സാമവും ഛന്ദസ്സുകളിൽ വച്ച് ഗായത്രി മന്ത്രവും മാസങ്ങളിൽ മാർഗശീർഷവും ഋതുക്കളിൽ വസന്തവുമാണ് ഞാൻ. വഞ്ചകരുടെ ചൂതുകളിയും തേജസ്വികളുടെ തേജസ്സും ഞാനാകുന്നു. ജയവും സതുദ്യമവും ശക്തരുടെ കരുത്തും ഞാൻ തന്നെ. വൃഷ്ണികുലത്തിൽ വാസുദേവനും പാണ്ഡവരിൽ അർജുനനും മുനികളിൽ വ്യാസനും ചിന്തകരിൽ ഉശനാകവിയുമാണ് ഞാൻ. നിയമരാഹിത്യങ്ങളെ അടിച്ചമർത്തുന്ന പദ്ധതികളിൽ ദണ്ഡം, വിജയം കാക്ഷിക്കുന്നവരുടെ നീതി എന്നിവയും ഗോപ്യങ്ങളിൽ മൗനവും ജ്ഞാനികളുടെ ജ്ഞാനവും ഞാനാണ്. അല്ലയോ അർജുന, സർവഭൂതങ്ങളുടെയും ആദിബീജമാണ് ഞാൻ. എന്നെ കൂടാതെ ചരാചരങ്ങളിൽ ഒന്നിനും നിലനിൽപ്പില്ല. ശത്രുക്കളെ ജയിക്കുന്നവനെ, എന്റെ ദിവ്യവിഭൂതികൾക്ക് അവസാനമില്ല. ഞാൻ പറഞ്ഞതാകട്ടെ എന്റെ അനന്തമായ വിഭൂതികളുടെ ഒരു സൂചന മാത്രമാണ്. വിഭൂതിമത്തും സുന്ദരവും തേജസ്സുറ്റതുമായ ഏതൊരു സൃഷ്ടിയും എന്റെ തേജസ്സിന്റെ ഒരു കണികയിൽ നിന്നുത്ഭവിച്ചത് തന്നെയെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അർജുന, ഇനിയും വിശദമായി ഇതെല്ലാം അറിഞ്ഞിട്ടെന്തു വേണം? എന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത്. ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിഭൂതിയോഗോ നാമ 10-മോऽധ്യായः.